ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് വെള്ളം ഒഴിക്കാതെയും കൈ നനയ്ക്കാതെയും ഉള്ള ഒരു പുട്ടുണ്ടാക്കുന്ന ഒരു റെസിപ്പി പറഞ്ഞേട്ടെ. നമുക്കുണ്ടാക്കാം. അത് ഗോതമ്പ് മാവായാലും അരിപ്പൊടി ആയാലും ഏത് മാവിനും നമുക്കത് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ നമ്മുടെ ആവശ്യത്തിന് ഇവിടെ കുറച്ച് മതി അരിപ്പൊടി എടുക്കുക. തലേന്നത്തെ ചോറ് നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കുന്നത്, അത് അന്ന് ഉണ്ടാക്കുന്നത് ആയാലും കുഴപ്പമില്ല. ഒരു തവി ചോറും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് കറക്കിക്കൊണ്ട് അടിച്ചോണ്ട് വന്ന മാവാണിത്. ഞാൻ നോക്കിയാൽ നല്ല പരുവം. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാം. കുക്കറിനകത്ത് ഞാൻ ചെറുപയറും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോഴേക്ക് പുട്ട് വീഴുമ്പോഴത്തേക്ക് നമുക്ക് ചെറുപയറും വെന്ത് കിട്ടും. അങ്ങനെ നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും അറിയാമായിരിക്കും. എൻ്റെ വീഡിയോ കാണുന്നവർക്ക്, അറിഞ്ഞിടാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ചെറുപയർ ഒഴുങ്ങിയതും ഉണ്ട്. പുട്ട് ഇഷ്ടപ്പെട്ടവർ കഴിക്കാൻ വായോ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ.